ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ചാപ്റ്റർ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. നമുക്ക് വായിക്കാം, വായിച്ച് ചിന്തിക്കാം, പ്രതിഫലിപ്പിക്കാം. ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് എഡ്യൂക്കേഷൻ കുഡ് ബി ദ സൊല്യൂഷൻ ടു മെനി ഓഫ് അവർ പ്രോബ്ലംസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരമായിട്ട് വിദ്യാഭ്യാസം ഒരു പരിഹാരം തരുമെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ക്യാൻ എഡ്യൂക്കേഷൻ ലീഡേഴ്സ് ടു പീസ് ആൻഡ് പ്രോഗ്രസ്? ഏതെല്ലാം വിധത്തിലാണ് വിദ്യാഭ്യാസത്തിന് നമ്മളെ പുരോഗതിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ സാധിക്കുന്നത്? ഹിയർ are some views on education by a person you might have heard of. Read them and try to identify the speaker. താഴെ നമുക്ക് കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു വ്യക്തി വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞതാണ് താഴെ തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് കണ്ടുപിടിക്കുക. എഡ്യൂക്കേഷൻ ഈസ് നൈദർ ഈസ്റ്റേൺ നോർ വെസ്റ്റേൺ, ഇറ്റ് ഈസ് ഹ്യൂമൻ. ദ ഓൺലി വേ വി ക്യാൻ ക്രിയേറ്റ് ഗ്ലോബൽ പീസ് ഈസ് ബൈ എഡ്യൂക്കേറ്റിംഗ് our minds, heart and souls. One child, one teacher, one book and one pen can change the world. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? ഇത് പറഞ്ഞിരിക്കുന്നത് മലാല യൂസഫ്സൈ ആണ്. മെനി ഓഫ് യു മൈറ്റ് ഹാവ് റെക്കഗ്നൈസ് മലാല യൂസഫ്സൈ. അല്ല, ഈ ഒരു കോട്ട് വളരെ പ്രശസ്തമാണ്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ ബുക്ക് ആൻഡ് വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അത് ആ കുട്ടി നൊബേൽ പ്രൈസ് കിട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. മലാല യൂസഫ്സൈ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ആർ ഹെർ മോസ്റ്റ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ്? അപ്പം നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് മലാലയുടെ കോൺട്രിബ്യൂഷൻസ്, ലോകത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ എന്തെല്ലാമാണ്? ലെറ്റ്സ് റീഡ് ഹെർ അക്കൗണ്ട് ഓഫ് ദ ഡേ ഹെർ ലൈഫ് ചേഞ്ച് ഫോർ എവർ. അപ്പം നമുക്ക് താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. മലാല യൂസഫ്സൈയുടെ സ്റ്റോറിയാണ്. ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു ദിവസം, ആ ദിവസത്തെ പറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. എൻ്റെ ലോകം മാറിമറിഞ്ഞ ദിവസം. I came from a country which was created at midnight. അപ്പോൾ ഈ കുട്ടി വരുന്നത് ഒരു അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ഒരു രാജ്യത്തിൽ നിന്നാണ്. അപ്പോൾ അർദ്ധരാത്രി സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് ഒരു അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ച് രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയും രണ്ട് രാജ്യത്തിനും സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. വെൻ ഐ ഓൾമോസ്റ്റ് ഡൈഡ് ഇറ്റ് വാസ് ജസ്റ്റ് ആഫ്റ്റർ മിഡ് ഡേ. അപ്പോൾ ഞാൻ മൃതപ്രാണനായ സമയത്ത് ഏകദേശം ഒരു നട്ടുച്ച സമയമായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ആ ഒരു അപകടം പറ്റിയ ദിവസം അത് ഒരു നട്ടുച്ച സമയമായിരുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഡേ ഐ ലെഫ്റ്റ് മൈ ഹോം ഫോർ സ്കൂൾ ആൻഡ് നെവർ റിട്ടേൺഡ്. ആ ദിവസം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോയി, പക്ഷെ ഒരിക്കലും തിരിച്ചു വന്നില്ല. നൗ എവറി മോർണിംഗ് വെൻ ഐ ഓപ്പൺ മൈ ഐസ് ഐ ലോങ് ടു സീ മൈ ഓൾഡ് റൂം ഫുൾ ഓഫ് മെനി തിങ്സ്, full of my things, my clothes all over the floor and my school prices on the shelves. ഇപ്പോഴായിട്ട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് രാവിലെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹം എൻ്റെ മുറിയും എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങൾ ഇരിക്കുന്ന ഷെൽഫും എൻ്റെ വസ്ത്രങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലവും ഒക്കെയാണ് എനിക്ക് കാണാൻ ആഗ്രഹം. ഇൻസ്റ്റെഡ് ഐ ആം ഇൻ എ കൺട്രി വിച്ച് ഇസ് 5 hours ബിഹൈൻഡ് മൈ ബിലൗഡ് ഹോം ലാൻഡ് ആൻഡ് മൈ ഹോം. പക്ഷേ അതിനു പകരം ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് 5 മണിക്കൂറുകൾ പിന്നിലുള്ള എൻ്റെ രാജ്യത്തെക്കാളും 5 മണിക്കൂർ പിന്നിലുള്ള ഒരു രാജ്യത്താണ്. വെൻ ഐ stand in front of my window and look out, I see tall buildings, long roads full of vehicles moving in orderly line, neat green hedges and lawns and tidy pavements to walk on. ഇപ്പം ഞാൻ എൻ്റെ ജനാലയുടെ അരികിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ കെട്ടിടങ്ങളും റോഡ് നിറയെ വാഹനങ്ങൾ. ആ വാഹനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്? അവരൊരു ഓർഡറിലാണ് പോകുന്നത്. നീറ്റ് ഗ്രീൻ ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ ഫെൻസസ് ഓഫ് ബുഷസ് ഓർ സ്മോൾ ട്രീസ്. ചെറിയ ചെറിയ കുറ്റിച്ചെടികളോ അല്ലെങ്കിൽ ചെറിയ മരങ്ങളോ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു വേലിയാണ് ഹെഡ്ജസ് എന്ന് പറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലോൺ എന്ന് പറഞ്ഞാൽ പുൽത്തകിടികൾ.
ആൻഡ് ടൈഡി പേയ്മെൻറ്റ്സ് ടു വാക്ക് ഓൺ. അതുപോലെ വൃത്തിയുള്ള ഫുട്പാത്തുകൾ, നടക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. വൈൽ വി റീഡ്, ഐ കം ഫ്രം എ കൺട്രി വിച്ച് വാസ് ക്രിയേറ്റഡ് അറ്റ് മിഡ് നൈറ്റ്. വാട്ട് ഡസ് മലാല മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മലാല എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് എബൌട്ട് ദ മൊമെൻറ്റ് പാകിസ്ഥാൻ വാസ് ഫൗണ്ടഡ് 14th August 1947 at midnight when British India was partitioned into two nations, India and Pakistan. അപ്പോൾ ആ അർദ്ധരാത്രി, സ്വാതന്ത്ര്യത്തിൻ്റെ ആ അർദ്ധരാത്രിയെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്, മലാല പറഞ്ഞിട്ടുള്ളത്. ഇനി പാഠത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ, ഐ ക്ലോസ് മൈ ഐസ് ആൻഡ് ഫോർ എ മൊമെൻറ്റ് ഐ എം ബാക്ക് ഇൻ മൈ വാലി. ദ ഹൈ സ്നോ ടോപ്പ് മൗണ്ടൻസ്, ഗ്രീൻ വേവിങ് ഫീൽഡ്സ് ആൻഡ് ഫ്രഷ് ബ്ലൂ റിവേഴ്സ് ആൻഡ് മൈ ഹാർട്ട് സ്മൈൽസ്. അപ്പോൾ ഇവൾ ആ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യും? കണ്ണടയ്ക്കും ഒരു നിമിഷത്തേക്ക്. കണ്ണടച്ച് കഴിയുമ്പോൾ ഇവൾ വീണ്ടും പഴയ അവളുടെ ഹോം ടൗണിലേക്ക് എത്തും. അവളുടെ ആ സ്വേ വാലി എന്നാണ് ഇവർ ജീവിച്ചിരുന്ന സ്ഥലത്തിന് പറയുന്ന പേര് സ്വേ വാലി. ഈ സ്വേ വാലിയിലുള്ള മഞ്ഞും മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളും പച്ചപ്പ് വിരിച്ച പാടങ്ങളും നീല പുഴയും ഒക്കെ ആയിട്ട് അവൾ അതൊക്കെ മനക്കണ്ണിൽ അതൊക്കെ കാണും. എന്നിട്ട് എന്ത് ചെയ്യും? അവളുടെ ഹൃദയം ചിരിക്കും. മൈ മൈൻഡ് ട്രാൻസ്പോർട്ട് മീ ബാക്ക് ടു മൈ സ്കൂൾ ആൻഡ് ദെയർ ഐ ആം റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. അവളുടെ ചിന്തകൾ അവളെ തിരികെ സ്കൂളിലേക്ക് എത്തിക്കും, പഴയ ആ സ്കൂളിലേക്ക് എത്തിക്കും. അവിടെ അവൾ അവളുടെ കൂട്ടുകാരുമായിട്ടും അവരുടെ സുഹൃത്തുക്കളുമായിട്ടും അധ്യാപകരുമായിട്ടും വീണ്ടും അവർ ഒരുമിച്ച് ചേരും. ഐ മീറ്റ് മൈ best friend Moniba and we sit together talking and joking as if I had never left. അവൾ ആ ഒരു സഞ്ചാരത്തിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പോലെ അവിടെ നിന്ന് അവളുടെ ആ മനസ്സ് ഇവിടെ പാകിസ്ഥാനിലുള്ള അവളുടെ സ്കൂളിലെത്തിയിട്ട് എന്ത് ചെയ്യും? അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മോനിബയുടെ കൂടെ ഇരിക്കും, അവളുടെ അടുത്തിരുന്ന് സംസാരിക്കും, ജോക്സ് പറയും, തമാശ പറയും. ആൻഡ് അവൾ ഇവിടെ നിന്ന് ഒരിക്കലും പോയിട്ടില്ല, അവൾ എപ്പോഴും ഇവിടെ തന്നെയാണെന്നുള്ളൊരു രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത്. ദെൻ ഐ റിമെമ്പർ ഐ ആം ഇൻ ബിർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. അത് കഴിഞ്ഞിട്ടാണ്, ഇതെല്ലാം കഴിയുമ്പോൾ അവൾക്ക് അത് റിയലൈസ് ചെയ്യും, അവൾ തിരിച്ചറിയും, ഞാനിപ്പോൾ പാകിസ്ഥാനിൽ എൻ്റെ നാട്ടിലൊന്നും അല്ല, ഞാനിപ്പോൾ ബിർമിംഗ്ഹാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലുള്ളൊരു ഒരു പ്രദേശത്താണെന്ന് മനസ്സിലാകും, തിരിച്ചറിവുണ്ടാകും. ദ ഡേ എവറിത്തിങ് ചേഞ്ച്ഡ് വാസ് എ ട്യൂസ്ഡേ 9 October 2012. 2012 ഒക്ടോബർ 9 ഒരു ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു ദിവസം. ദാറ്റ് മോർണിംഗ് വി അറൈവ്ഡ് ഇൻ ദ നാരോ മഡ് ലെയിൻ ഓഫ് ഹാജി ബാബ റോഡ് ഇൻ a usual procession of brightly painted rickshaws. ആ ദിവസം രാവിലെ അവർ ഓഫ് ഹാജി ബാബ റോഡ് എന്ന് പറഞ്ഞാൽ ഹാജി ബാബ റോഡ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷമുള്ള സ്ഥലമാണ്. അവിടെ ഒരു മണ്ണിൻ്റെ പാതയുണ്ട്. ആ മണ്ണിൻ്റെ പാതയിൽ അവർ യൂഷ്വൽ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് പീപ്പിൾ ഓർ വെഹിക്കിൾ മൂവിങ് സ്ലോലി, ഒരു ജാഥ പോലെ മുന്നോട്ട് പോകും. പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ജാഥയോ അല്ലെങ്കിൽ ഒരു ഘോഷയാത്രയോ, ആളുകൾ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലൈൻ, അതാണ് ആളുകളും വാഹനങ്ങളും, അതാണ് പ്രൊസഷൻ. ഓഫ് ബ്രൈറ്റ്ലി പെയിൻറ്റഡ് റിക്ഷാസ്, ഒരു റിക്ഷയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു റിക്ഷയിൽ ഇവർ മുന്നോട്ട് പോകുന്നതാണ്. ഫോർ ആസ് ദ ഡോർവേ ഓഫ് ദ സ്കൂൾ വാസ് ലൈക്ക് എ മാജിക്കൽ എൻട്രൻസ് ടു അവർ ഓൺ സ്പെഷ്യൽ വേൾഡ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും, ഈ ഒരു റിക്ഷയിലുണ്ടായിരുന്ന ആ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ എൻട്രൻസ് ആണ്. മാജിക്കൽ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രികത നിറഞ്ഞ സ്ഥലം പോലെയാണ് അവർക്ക്. ആ സ്കൂൾ അവർക്കൊരു സ്പെഷ്യൽ വേൾഡ് ആയിരുന്നു, ഒരു പ്രത്യേക ലോകമായിരുന്നു ആ സ്കൂള്. ദ സ്കൂൾ വാസ് ഫൗണ്ടഡ് ബൈ മൈ ഫാദർ ബിഫോർ ഐ വാസ് ബോൺ. ഈ കുട്ടി മലാല ജനിക്കുന്നതിന് മുന്നേ മലാലയുടെ അച്ഛൻ സിയാവുദ്ദീൻ യൂസഫ് സായി ആണ് ഈ സ്കൂള് അവിടെ പണിതത്. ഈ സ്കൂളിൽ ഫൗണ്ടർ ഈ കുട്ടിയുടെ അച്ഛനാണ്. ഓൺ ദ വാൾ എബോവ് അസ് കുശാൽ സ്കൂൾ വാസ് പെയിൻറ്റഡ് പ്രൗഡ്ലി ഇൻ റെഡ് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സ്. ഈ ചുവരിൻ്റെ പുറത്ത് ഈ നമ്മുടെ ഒരു ബൗണ്ടറി ഉണ്ടാകുമല്ലോ, ആ സ്കൂളിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്ത് കുശാൽ സ്കൂൾ എന്ന് ചുവപ്പിലും വെള്ളയിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വി വെൻറ്റ് ടു സ്കൂൾ 6 mornings a week. ഒരാഴ്ചയിൽ 6 ദിവസമാണ് ഇവർക്ക് സ്കൂളിൽ പോകേണ്ടിയിരുന്നത്. മൈ ക്ലാസ്സസ് were spent
chanting chemical equations, studying Urdu grammar, writing stories with morals in English, or drawing diagrams of blood circulation. Most of my classmates wanted to be doctors. അപ്പോൾ ഇവരുടെ ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് കെമിക്കൽ ഇക്വേഷൻസ് ചാൻഡിങ് എന്ന് പറഞ്ഞാൽ ടു റിപ്പീറ്റ് വേർഡ്സ് ഇൻ എ റിതമിക് വേ. ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഒത്തിരി വാക്കുകളോ ഒരുമിച്ച് ഒരു താളത്തിൽ ഇങ്ങനെ ചൊല്ലുന്നതിനാണ് ചാൻഡിങ് എന്ന് പറയുന്നത്. ഉറുദു ഗ്രാമർ പഠിക്കും. ഇംഗ്ലീഷിലുള്ള കഥകൾ, ഗുണപാഠമുള്ള കഥകൾ അവർ വായിക്കുകയും എഴുതുകയും ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ്റെയൊക്കെ ഡയഗ്രാംസ് വരക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പഠിപ്പിക്കുന്നുണ്ടാകും. ഉറുദു ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടാകും. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടാകും. ഇറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനിവൺ വുഡ് സീ ദാറ്റ് ആസ് എ ത്രെറ്റ്. അപ്പോൾ അവളുടെ എല്ലാ ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും ഡോക്ടർ ആകാനാണ് ആഗ്രഹം. ഇറ്റ് ഈസ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനിവൺ വുഡ് സീ ദാറ്റ് ആസ് എ ത്രെറ്റ്. അപ്പോൾ ആ ഒരു ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഒരു ത്രെറ്റ്, ഒരു ഭീഷണിയാണെന്ന് ഇവൾക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു കുട്ടിക്ക് ഡോക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള ഒരു സ്കൂളിലുള്ള കുറേ കുട്ടികൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ ഒക്കെ ആകണം എന്നുള്ള ആഗ്രഹം അതൊരു ഭീഷണിയാണ് മറ്റുള്ളവർക്കെന്ന് ഉള്ളത് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ദാറ്റ് മോർണിംഗ് ഹാഡ് ബിഗൻ ലൈക്ക് എനി അതർ ദോ എ ലിറ്റിൽ ലേറ്റർ ദാൻ യൂഷ്വൽ. അപ്പോൾ ആ ദിവസവും പതിവ് പോലെ തന്നെ ആരംഭിച്ചു. കുറച്ച് താമസിച്ചു, കാരണം അന്ന് എക്സാം ആയിരുന്നു. ഇറ്റ് വാസ് എക്സാം ടൈം. സോ സ്കൂൾ സ്റ്റാർട്ടഡ് അറ്റ് 9 ഇൻസ്റ്റെഡ് ഓഫ് 8. സാധാരണ അവിടെ സ്കൂൾ തുടങ്ങുന്നത് 8 മണിക്കാണ്. പക്ഷേ ആ ദിവസം 9 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്, കാരണം അവിടെ പരീക്ഷയായിരുന്നു. ഐ സ്ലെപ്റ്റ് ഇൻ ദ ലോങ് റൂം അറ്റ് ദ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. അപ്പോൾ ഈ കുട്ടി അവരുടെ വീടിന് മുന്നിലുള്ള വലിയ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ഇവിടെ ചോദ്യമുണ്ട്, ഹൗ ഡസ് മലാല കമ്പയർ ഹെർ ഹോംലാൻഡ് ടു ഹെർ ന്യൂ സിറ്റി? ബ്യൂട്ടി, കൾച്ചർ ആൻഡ് റൂട്ട്, ഇത് മൂന്നെണ്ണം ഉള്ളത് ഇവളുടെ പഴയ പാകിസ്ഥാനിലുള്ള സിറ്റിയാണ്. സേഫ്റ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, സേഫ്റ്റിയും ഓപ്പർച്യൂണിറ്റിയും എവിടെയാണുള്ളത്? ഇംഗ്ലണ്ടിലുള്ള ബെർമിംഗാമിലാണ് സേഫ്റ്റിയും ഓപ്പർച്യൂണിറ്റീസും ഉള്ളത്. എന്നാൽ ബ്യൂട്ടിയും കൾച്ചറും റൂട്ടും ഉള്ളത് അവളുടെ പാകിസ്ഥാനിലുള്ള അവളുടെ വില്ലേജിലാണ്. ഡു യു തിങ്ക് ദ ഡോർവേ ടു യുവർ സ്കൂൾ ഈസ് ഓൾസോ എ മാജിക്കൽ എൻട്രൻസ് ടു എ സ്പെഷ്യൽ വേൾഡ്? വൈ? അപ്പം നിങ്ങളുടെ വിദ്യാലയത്തിലെ ആ ഒരു ഗേറ്റും ഒരു മാജിക്കൽ എൻട്രൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഇറ്റ് റെപ്രസെൻറ്റ് ഹോപ്പ്, ലേണിംഗ് ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ആ സ്കൂളിൻ്റെ കവാടം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹോപ്പ്, പ്രത്യാശയും പഠനവും എംപവർമെൻറ്റും ശാക്തീകരണവുമാണ് സൂചിപ്പിക്കുന്നത്. ഹൂ ഈസ് എ ഫൗണ്ടർ ഓഫ് കുശാൽ സ്കൂൾ? കുശാൽ സ്കൂളിൻ്റെ ഫൗണ്ടർ ആരാണ്? മലാലാസ് ഫാദർ സിയാവുദ്ദീൻ യൂസഫ്സായാണ് ഫൗണ്ടർ. മൈ വേർഡ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അറിയാത്ത ന്യൂ വേർഡ്സ് എഴുതി വെക്കുക. വാട്ട് ആർ ദ സബ്ജക്ട്സ് ടോട്ട് ഇൻ ദ സ്കൂൾ? മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇത്രയും വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് എഴുതാം. ഞാൻ ആകെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ, വാട്ട് ആർ ദ സബ്ജക്ട് ടോട്ട് ഇൻ ദ സ്കൂൾ എന്നുള്ളത്. The only furniture was a bed and a cabinet which I had bought. അപ്പോൾ ആ റൂമിൽ ഉള്ള ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡും ക്യാബിനറ്റും മാത്രമാണ്. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ കബേർഡ്, ബെഡ് അവൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി. ഐ ഹാവ് വൺ സം മണി ആസ് എൻ അവാർഡ് ഫോർ ക്യാമ്പയിനിങ് ഫോർ പീസ് ഇൻ അവർ വാലി ആൻഡ് ദ റൈറ്റ് ഫോർ ഗേൾസ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഈ കുട്ടിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമ്മാനങ്ങളിൽ കുറച്ച് പൈസയും അടങ്ങിയിട്ടുണ്ട്. അവൾക്കത് കിട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിനും പിന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു അവകാശത്തിനും വേണ്ടി പോരാടിയത് കൊണ്ടും അതിനെപ്പറ്റി പ്രസംഗിച്ചത് കൊണ്ടും ഒക്കെയാണ് ക്യാമ്പയിൻ ചെയ്യുക. വീട് വീടാന്തരം പോയി ബോധവൽക്കരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കുട്ടിക്ക് പൈസ കിട്ടിയത്, സമ്മാനം കിട്ടിയത്. ഓൺ സം ഷെൽഫ്സ് were all the gold colored plastic cups and trophies I have won for coming first in my class. ഇനി കബേർഡിനകത്ത് എന്താണുള്ളത്? ഈ കബേർഡ് നിറയെ അവൾക്ക് കിട്ടിയ ട്രോഫികളാണ്, സർട്ടിഫിക്കറ്റുകളും ട്രോഫികളുമാണ്. അവൾക്ക് ഫസ്റ്റ് സ്കൂളിൽ ടോപ്പറായിട്ട് പഠിച്ചതിന്, സ്കൂൾ ഫസ്റ്റ് കിട്ടിയതിന്, അവളുടെ ക്ലാസ് ഫസ്റ്റ് കിട്ടിയതിനൊക്കെയുള്ള സമ്മാനങ്ങളാണ്. ദ സ്കൂൾ വാസ് നോട്ട് ഫാർ ഫ്രം മൈ ഹോം ആൻഡ് ഐ യൂസ്ഡ് ടു വാക്ക്. അപ്പോൾ ഇവളുടെ സ്കൂള് അധികം ദൂരമൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് അവൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഐ ഹാഡ് ബീൻ ഗോയിങ് വിത്ത് അതർ ഗേൾസ് ഇൻ റിക്ഷ.
and coming home by bus. അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് തൊട്ട് അവൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, കൂട്ടുകാരുടെ കൂടെ റിക്ഷയിൽ രാവിലെ പോകും, വൈകുന്നേരം ബസ്സിന് തിരിച്ചു വരും. ഐ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ ബസ് ബിക്കോസ് മൈ മദർ വാസ് സ്കെയർഡ് ബൈ ദ തോട്ട് ഓഫ് ബി വാക്കിംഗ് ഓൺ മൈ ഓൺ. ഇപ്പോൾ നടന്നു വരണേന് അമ്മയ്ക്ക് പേടിയാണ്, ഒറ്റയ്ക്ക് നടന്ന് വരുന്നത് അമ്മയ്ക്ക് പേടിയായതുകൊണ്ടാണ് ബസ്സിന് വരുന്നത്. വി ഹാഡ് ബീൻ ഗെറ്റിംഗ് ത്രെഡ്സ് ഓൾ ഇയർ. ഇപ്പോൾ ഈ കുറേ വർഷങ്ങളായിട്ട് അവർക്ക് ഭീഷണികൾ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ വധഭീഷണികളായിരിക്കാം, ഭീഷണികൾ കിട്ടുന്നുണ്ട്. സം ഓഫ് ദീസ് ത്രെഡ്സ് വെയർ ഫൗണ്ട് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. ഇപ്പോൾ ചില ഭീഷണികൾ ഇവർ ന്യൂസ് പേപ്പറിലും കൂടിയും വായിക്കുന്നുണ്ട്. സം വെയർ നോട്ട്സ് ഓർ മെസ്സേജസ് പാസ്ഡ് ഓൺ ബൈ പീപ്പിൾ. ചിലപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും, ലഘുരേഖകളായിട്ട് ഇവരുടെ കയ്യിലെത്തിക്കുക, അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തു വിടുക, അങ്ങനെയൊക്കെ ചെയ്ത് ഇവർക്ക് ഭീഷണി വരുന്നുണ്ട്. മൈ മദർ വാസ് വറീഡ് അബൌട്ട് മീ. അപ്പോൾ എൻ്റെ അമ്മ എന്നെപ്പറ്റി ഭയങ്കര വിഷമിച്ചിട്ടാണ്, ആകുലപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ഐ ന്യൂ നോ വൺ ഹാഡ് എവർ കം ഫോർ എ ഗേൾ ആൻഡ് ഐ വാസ് മോർ കൺസേൺഡ് ദേ വുഡ് ടാർഗറ്റ് മൈ ഫാദർ ആസ് ഹി വാസ് ഓൾവേസ് സ്പീക്കിംഗ് ഔട്ട് അഗെയിൻസ്റ്റ് ദം. അപ്പോൾ ഇവളുടെ അറിവിൽ ആരും പെൺകുട്ടികൾക്ക് വേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊല്ലാനോ അവരെ തട്ടിക്കൊണ്ട് പോകാനോ ഒന്നും വന്നിട്ടില്ല. അവൾക്ക് അതുകൊണ്ട് പേടി എന്തായിരുന്നു, അവളുടെ അച്ഛനെക്കുറിച്ചായിരുന്നു പേടി. അച്ഛനെ ടാർഗറ്റ് ചെയ്യുമെന്നായിരുന്നു അവൾക്ക് പേടി. കാരണം എന്താണ്, ഹീ ഈസ് ഓൾവേസ് സ്പീക്കിംഗ് അബൌട്ട് എഗെയിൻസ്റ്റ് ദം. അവരെക്കുറിച്ച് എപ്പോഴും എഗെയിൻസ്റ്റ് ആയിട്ട്, അവരെ എതിർത്താണ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫെലോ ക്യാമ്പയിനേഴ്സ് ഹാഡ് ബീൻ ഗോട്ട് ഷോട്ട് ആൻഡ് എവ്രി വൺ വാസ് ടെല്ലിങ് മൈ ഫാദർ ടേക്ക് കെയർ യു വിൽ ബി നെക്സ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലുള്ളത് ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ ഭാഗമായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരൊക്കെ വെടിവെച്ച് കൊന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അടുത്തത് നീ ആയിരിക്കും, അടുത്തത് മലാലയുടെ അച്ഛനായിരിക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ലൈക്ക് മൈ ഫാദർ ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഡേ ഡ്രീമർ. അപ്പോൾ എൻ്റെ അച്ഛനെ പോലെ ഞാനും ഒരു പകൽ സ്വപ്നങ്ങൾ കാണുന്ന ആളായിരുന്നു. സംടൈംസ് ഐ വുഡ് ഇമാജിൻ ദാറ്റ് ഓൺ ദ വേ ഹോം ആൻ ആംഡ് മാൻ മൈറ്റ് ജമ്പ് ഔട്ട് ആൻഡ് ഷൂട്ട് മീ. അപ്പോൾ ഇവൾ അതുപോലെ പകൽ സ്വപ്നം കാണാറുണ്ട്. എന്താണ് പകൽ കിനാവ് കാണുക എന്ന് പറയില്ല, അതുപോലെ പകലിൽ സ്വപ്നം കാണാറുണ്ട്. എന്താണ് സ്വപ്നം കാണുന്നത്, ചിലപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ആയുധധാരി ഇവളുടെ മുന്നിൽ ചാടി വീണ് ഇവളെ ഷൂട്ട് ചെയ്യും, വെടിവെക്കുക എന്നുള്ളത്. ഐ വണ്ടർഡ് വാട്ട് ഐ വുഡ് ഡു. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നും അവൾ ആലോചിക്കാറുണ്ട്. മേ ബി ഐ വുഡ് ടേക്ക് ഓഫ് മൈ ഷൂസ് ആൻഡ് ഹിറ്റ് ഹിം. ചിലപ്പോൾ ഞാൻ എൻ്റെ ഷൂ ഊരി അവനെ തല്ലും. ബട്ട് ദെൻ ഐ വുഡ് തിങ്ക് ഇഫ് ഐ ഡിഡ് ദാറ്റ് ദെർ വുഡ് ബി നോ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ദ മാൻ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും ആ മനുഷ്യനും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു പ്ലീഡ് ഓക്കെ ഷൂട്ട് മീ ബട്ട് ഫസ്റ്റ് ലിസൺ ടു മീ. അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ എന്നെ വെടിവെച്ചോളൂ, പക്ഷെ കുറച്ച് സമയം എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് നിങ്ങൾ എന്നെ വെടിവെച്ചോളൂ എന്ന് അയാളുടെ അടുത്തൊന്ന് താണ വീണ് അപേക്ഷിക്കുക. അതായിരിക്കും ചിലപ്പോൾ നല്ലത്. What you are doing is wrong. I am not against you personally. I just want every girl to go to school. അപ്പോൾ അവൾ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ നിങ്ങൾക്ക് എതിരൊന്നുമല്ല, പേഴ്സണലി വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ എനിക്ക് വേണ്ടത് എന്താണ്, എല്ലാ പെൺകുട്ടികളും സ്കൂളിൽ പോകണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. I wasn't scared but I had started making sure the gate was locked at night. അവൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാൽ പോലും രാത്രി ഗേറ്റ് ലോക്കാണെന്ന് അവൾ എപ്പോഴും ഉറപ്പ് വരുത്തുമായിരുന്നു. ഐ ടോൾഡ് മോനിബ എവറിത്തിങ്. അപ്പോൾ ഇവൾ എല്ലാ കാര്യങ്ങളും മോനിബയോട് പോയി ഷെയർ ചെയ്യും. ഹർ ഡ്രീം വാസ് ടു ബി എ ഫാഷൻ ഡിസൈനർ. ഇപ്പോൾ മോനിബയുടെ സ്വപ്നം എന്താണ്, ഒരു ഫാഷൻ ഡിസൈനർ ആകണം എന്നാണ്. ഓൾദോ ഷീ ന്യൂ ഹർ ഫാമിലി വുഡ് നെവർ അഗ്രി ടു ഇറ്റ്. അവൾക്കറിയാം അവളുടെ ഫാമിലി, അവളുടെ കുടുംബമൊന്നും ഇത് സമ്മതിക്കില്ല, ഒരു ഫാഷൻ ഡിസൈനർ ആകാനൊന്നും സമ്മതിക്കില്ല. സോ ഷീ ടോൾഡ് എവ്രി വൺ ഷീ വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരോടും എന്താ പറഞ്ഞിരിക്കുന്നത്, അവൾക്കൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ നെവർ ഹൈഡ് മൈ ഡിസയർ വെൻ ഐ ചേഞ്ച് ഫ്രം വാണ്ടിങ് ടു ബി എ ഡോക്ടർ ടു ഡ്രീമിങ് ഓഫ് ബീയിങ് ആൻ ഇൻവെൻറ്റർ ഓർ എ പൊളിറ്റീഷ്യൻ. പക്ഷേ അതേ സ്ഥാനത്ത് മലാലയ്ക്ക് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ ആകണം എന്നായിരുന്നു. അതിനുശേഷം ഒരു ഇൻവെൻറ്റർ,
എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാകണമെന്നായിരുന്നു, കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരി ആകണമെന്നായിരുന്നു ഉള്ളത്. അതൊക്കെയായിരുന്നു അവളുടെ ഡിസയേഴ്സ്, അവളുടെ ആഗ്രഹങ്ങൾ. അതെല്ലാം അവൾ ആരിൽ നിന്നും ഒളിച്ചു വെച്ചിട്ടില്ല, എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുണ്ട്, അവളുടെ ഫാമിലിയോടും. ഇനി ഇവിടെ 5, 6, 7 questions ഉണ്ട്. Why did Malala choose to take the bus instead of walking to school? അപ്പോൾ അവൾ ബസ് എടുത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The school was not far from my home. I used to walk. But since the start of last year, I have been going with other girls in rickshaw and coming home by bus. I started taking the bus because my mother was scared by the thought of me walking on my own. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. had started taking the bus because my mother was scared by the thought of me walking on my own. ആ ഒരു സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. അമ്മയ്ക്ക് പേടിയായിരുന്നു അവൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നത്. Why did Malala think her father was under threat? മലാലയ്ക്ക് എന്തുകൊണ്ടാണ് അവളുടെ അച്ഛൻ ഒരു ഭീഷണിയുടെ നിഴലിലാണെന്ന് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് some of these threats were found in the newspaper. Somewhere notes or messages passed on by. കുറച്ച് ത്രെറ്റുകൾ അവർക്ക് വരുമായിരുന്നു, ഭീഷണി കത്തുകളൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ കൂടി, ചിലപ്പോൾ കത്തുകളായിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. I was more concerned they would target my father. ആ ഒരു സെൻറ്റൻസാണ് അത് എഴുതേണ്ടത്. അവർ അച്ഛനെ ടാർഗറ്റ് ചെയ്യുമെന്ന് അവർക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു, കാരണം അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടൊക്കെ മരിച്ചു. അപ്പോൾ ആ ഒരു പാരഗ്രാഫാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. What were Malala's thoughts on the possible encounter with an armed attacker on her way back home? What do these thoughts reveal? അപ്പോൾ അതിൻ്റെ ആൻസർ, she is brave and does not easily give in to fear, believes in the power of words over violence, strong sense of justice and want to defend right to education. അപ്പം ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഇതും കൂടി എഴുതാം. ഇവൾ പ്ലീഡ് ചെയ്യും ആദ്യമേ ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് പേഴ്സണലി നിങ്ങളോടൊരു വിരോധവും ഇല്ല എന്നുള്ളത്. അപ്പം മലാല ബ്രേവ് ആയിരുന്നു, അതാണ് ഒരു കാര്യം. റിവീൽ അബൌട്ട് ഹെർ ക്യാരക്ടർ, അവളുടെ ക്യാരക്ടറിനെ പറ്റി എന്താണ് റിവീൽ ചെയ്യുന്നത്? ഷീ ഈസ് ബ്രേവ് ആൻഡ് ഡസ് നോട്ട് ഈസിലി ഗിവ് ഇൻ ടു ഫിയേഴ്സ്. പേടിക്ക് ഒന്നും വഴങ്ങുന്നവളൊന്നും അല്ല മലാല. ബിലീവ്സ് ഇൻ പവർ ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ എഡ്യൂക്കേഷൻ റൈറ്റ്, എല്ലാ കുട്ടികൾക്കും, എല്ലാ പെൺകുട്ടികൾക്കും ഈ ഒരു അവകാശം നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. നിയമത്തെ പറ്റിയും നിയമവ്യവസ്ഥയെ പറ്റിയൊക്കെ ഒരു സ്ട്രോങ് സെൻസ് ഉണ്ട്. വാട്ട് വെയർ മലാലാസ് ഡ്രീം ആൻഡ് ഹൗ ഡിഡ് ദേ ഡിഫർ ഫ്രം മോണിബാസ് aspirations? Malala dreams of being a doctor or a leader in education. She dreams of every girl going to school. Moniba dreams of being a fashion designer, hiding it to her family. ഇപ്പോൾ മോനിബയുടെ ഡ്രീം എന്താണ്? ഒരു ഫാഷൻ ഡിസൈനർ ആകാനാണ്. പക്ഷേ അവൾ എന്ത് ചെയ്യും? അത് അവളുടെ ഫാമിലിയുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു. പക്ഷേ മലാലയുടെ ഡ്രീം എന്താണ്? ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു ലീഡർ ആകാം, അല്ലെങ്കിൽ അവളുടെ അടുത്തൊരു ഡ്രീം എന്താണ്? എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക. മൈ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡു മലാലാസ് തോട്ട് അബൌട്ട് ആൻ ആംഡ് മാൻ റിവീൽ അബൌട്ട് ഹർ കറേജ് ആൻഡ് ക്യാരക്ടർ? അപ്പോൾ ഇവളുടെ കറേജിനെയും ക്യാരക്ടറിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. വെൻ ആ ബസ് വാസ് കോൾഡ് വി റാൻ ഡൗൺ ദ സ്റ്റെപ്സ്. ഐ റിമെമ്പർ ദാറ്റ് ഇൻസൈഡ് ദ ബസ് ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് സ്റ്റിക്കി. ഇവർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബസ് വിളിച്ചപ്പോൾ വേഗം ബസ് സ്റ്റെപ്പ് ഇറങ്ങി ബസ്സിലേക്ക് കയറി. ആ ബസ് ഭയങ്കര ചൂടും ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. ഹോട്ട് ക്ലൈമറ്റാണ് പാകിസ്ഥാനിലൊക്കെ, മഞ്ഞുമുണ്ട്, നല്ല ചൂടും ഉണ്ടാവും. ഐ റിമെമ്പർ ദാറ്റ് ദ ബസ് ടേൺ റൈറ്റ് ഓഫ് ദ മെയിൻ റോഡ് അറ്റ് ദ ആർമി ചെക്ക് പോസ്റ്റ്. അവിടെ ഒരു ആർമി ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് റൈറ്റ് എടുത്തു. ഐ ഡോണ്ട് റിമെമ്പർ എനിമോർ. അത് കഴിഞ്ഞ് അവൾക്കൊന്നും ഓർമ്മയില്ല. ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദ ഷൂട്ടിംഗ് മൈ ഫാദർ ഈസ് ഓൾസോ ഇൻ ദ ബസ് ആൻഡ് ഹീ ഈസ് ഷോട്ട് വിത്ത് മീ. അവളുടെ സ്വപ്നത്തിൽ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ കാര്യം അവൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവളുടെ അച്ഛനും ആ ബസ്സിനകത്തുണ്ടായിരുന്നു, അച്ഛനും വെടികൊണ്ടു. ആൻഡ് ദെൻ ദെർ ആർ മെൻ എവ്രിവെയർ ആൻഡ് ഐ ആം സെർച്ചിങ് ഫോർ മൈ ഫാദർ. അവളുടെ അച്ഛന് വേണ്ടി അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതും കുറേ ആൾക്കാർ ആ ബസ്സിലുണ്ടായിരുന്നതും ഒക്കെയാണ് അവളുടെ സ്വപ്നത്തിൽ അവൾ കാണാറുള്ളത്. ഇൻ റിയാലിറ്റി വാട്ട് ഹാപ്പൻ വാസ് വി സഡൻലി സ്റ്റോപ്ഡ്. അപ്പോൾ ഒറിജിനലായിട്ട് ഇതൊന്നുമല്ല നടന്നത്, അതൊക്കെ അവളുടെ സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ റിയലായിട്ട് നടന്നത് എന്താണ്? അവരുടെ ബസ് അവർ നിർത്തി.
വി മസ്റ്റ് ഹാവ് ബീൻ ലെസ് ദാൻ 200 meters ഫ്രം ദ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു 200 മീറ്റർ മുന്നോട്ട് പോയതിന് ശേഷം അവരുടെ ബസ് അവിടെ നിർത്തി. വി കുഡിൻ സീ ഇൻ ഫ്രണ്ട് ബട്ട് എ യങ് ബിയർഡ് മാൻ ഇൻ ലൈറ്റ് കളർ ക്ലോത്ത്സ് ഹാഡ് സ്റ്റെപ്ഡ് ഇൻ ടു ദ റോഡ് ആൻഡ് വേവ്ഡ് ദ വാൻ ഡൗൺ. പക്ഷേ അവർക്കൊന്നും കാണാൻ പറ്റിയില്ല, മുന്നിലേക്ക് നോക്കിയിട്ട് അവർക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു യുവാവാണ് വന്നത്. ഒരു താടിയുള്ള ഒരു യുവാവ്, ലൈറ്റ് കളറ് വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു യുവാവ് വന്ന് കൈ കാണിച്ച് ബസ് നിർത്തി. ഈസ് ദിസ് എ കുശാൽ സ്കൂൾ ബസ്? ഇത് കുശാൽ സ്കൂൾ ബസ്സാണോ എന്നാണ് ഡ്രൈവറിനോട് ഇയാൾ ചോദിക്കുന്നത്. ഉസ്മാൻ ബൈജാൻ, ദ ഡ്രൈവർ ഓഫ് എ ബസ്, തോട്ട് ഇറ്റ് വാസ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആസ് ദ നെയിം വാസ് പെയിൻറ്റഡ് ഓൺ ദ സൈഡ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ പേര് ഉസ്മാൻ ബൈജാൻ ആണ്. ഉസ്മാൻ ബൈജാൻ വിചാരിച്ചു ഇത് ഒരു നിലവാരം ഇല്ലാത്ത, ഒരു ആവശ്യമില്ലാത്തൊരു ചോദ്യമാണ്. കാരണം ഈ ബസ്സിൻ്റെ സൈഡിൽ പെയിൻറ്റ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കുശാൽ സ്കൂൾ ബസ് എന്ന്. പിന്നെ ഇവൻ എന്തിനാണ് ഇതിങ്ങനെ ചോദിക്കണേ എന്നുള്ളതാണ് ബസ് ഡ്രൈവർക്ക് തോന്നിയത്. യെസ്, ഹീ സെഡ്, ഐ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് സം ചിൽഡ്രൻ. അപ്പോൾ ബസ് ഡ്രൈവർ എന്നാൽ പോലും പറയും അതെ ഇത് കുശാൽ സ്കൂളിൻ്റെ ബസ്സാണെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, ഈ വന്ന യുവാവ് പറയും, എനിക്ക് കുറച്ച് കുട്ടികളെ കുറിച്ച് ഒരു കാര്യം അറിയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിയാനുണ്ടെന്ന് പറയും. യു ഷുഡ് ഗോ ടു ദ ഓഫീസ് അറ്റ് ദ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ പറയും, കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഡ്രൈവർ പറയുന്നത്, നിങ്ങളത് ഓഫീസിൽ പോയാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയും. ആസ് ഹി വാസ് സ്പീക്കിംഗ് അനദർ യങ് മാൻ ഇൻ വൈറ്റ് അപ്രോച്ച് ദ ബാക്ക് ഓഫ് ദ വാൻ. അപ്പോൾ ഇയാൾ ഈ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ചെറുപ്പക്കാരൻ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ബസ്സിൻ്റെ ബാക്കിൽ കൂടെ വരും. Look, it's one of those journalists coming to ask for an interview, said Moniba. Since I had started speaking at events with my father to campaign for girls' education, journalists often came, even foreigners, though not like this in the road. അപ്പോൾ മോനിബ് പറയും, നോക്ക് ചിലപ്പോൾ ഇത് ഒരു ജേർണലിസ്റ്റ് ആയിരിക്കും, നിന്നോട് ഇൻ്റർവ്യൂ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ജേർണലിസ്റ്റ് ആരെങ്കിലും ആയിരിക്കും എന്ന് പറയും. കാരണമുണ്ട്, മലാല ഇപ്പോഴായിട്ട് ആ ഒരു സമയത്ത് മലാല അച്ഛൻ്റെ കൂടെ പോയി ക്യാമ്പയിനിന് പങ്കെടുക്കുകയും അച്ഛൻ്റെ ഒപ്പം സ്പീച്ചുകൾ നടത്തുകയും പ്രസംഗിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വിദേശികളായിട്ടുള്ള ഇൻ്റർവ്യൂവേഴ്സും വരാറുണ്ട് ഇവളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് മോനിക്ക പറയുന്നത്. വൈ ഡിഡ് മോനിബ തിങ്ക് ദാറ്റ് ദ യങ് ബിയർഡ് മാൻ വാസ് എ ജേർണലിസ്റ്റ് ഹു ഹാഡ് കം ഫോർ എൻ ഇൻ്റർവ്യൂ? മോനിബ സോ ഹിം എൻക്വയറിംഗ് ദ ഡ്രൈവർ അബൌട്ട് സം ചിൽഡ്രൻ. ജേർണലിസ്റ്റ് കം ഓഫൻ ടു ഇൻ്റർവ്യൂ മലാല സിൻസ് ഷീ ഹാഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അറ്റ് ഇവൻറ്റ്സ് വിത്ത് ഹർ ഫാദർ ടു ക്യാമ്പയിൻ ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. മൈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദ മാൻ. ആ വന്ന മനുഷ്യൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എഴുതാനായിട്ട്. ദ മാൻ വാസ് വിയറിങ് എ പീക്ഡ് ക്യാപ്പ് ആൻഡ് ഹാഡ് എ ഹാങ്കർചീഫ് ടു കവർ ഹിസ് നോസ് ആൻഡ് മൗത്ത്. അപ്പോൾ ആ മനുഷ്യൻ ഒരു കൂർത്ത തൊപ്പിയും അവനൊരു മൂക്കും വായും കവർ ചെയ്ത ഒരു ഒരു കർച്ചീഫ് തൂവാല കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹീ ലുക്ക് ലൈക്ക് എ കോളേജ് സ്റ്റുഡൻറ്റ്. അവനൊരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെയാണ് കാണാനൊരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെ ഉണ്ടായിരുന്നു. ഹീ സ്വാങ് ഹിംസെൽഫ് ഓൺ ടു ദ tailboard at the back and leaned in right over us. അപ്പോൾ ഇയാൾ തനിയെ ആ ബസ്സിൻ്റെ താഴെയുള്ള ഭാഗത്ത് ബാക്ക് സൈഡിലുള്ള ഡോറിൻ്റെ ആ ഒരു സ്റ്റെപ്പിലേക്ക് കയറി നിന്നു. ടെയിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഓഫ് ദ വെഹിക്കിൾ വേർ ദ പാസഞ്ചേഴ്സ് ക്യാൻ സ്റ്റാൻഡ്, അവിടെ ആ ഒരു നിൽക്കാൻ വേണ്ടിയുള്ളൊരു പടി, അങ്ങോട്ട് കയറി നിന്നു. ഹി ലീൻഡ് ഇൻ റൈറ്റ് ഓവർ അസ്. ഇവരുടെ മേത്തേക്ക് ചാരി നിന്നിട്ടാണ്, ഇവരുടെ മേലേക്ക് ചാരി നിന്നിട്ടാണ് ഇവൻ ചോദിക്കുന്നത്. ഹൂ ഈസ് മലാല? ഹി ഡിമാൻഡഡ്. ആരാണ് മലാല എന്ന് ചോദിക്കും. നോ വൺ സെഡ് എനിത്തിങ് ബട്ട് സെവറൽ ഓഫ് ദ ഗേൾസ് ലുക്ക്ഡ് അറ്റ് മീ. ഐ വാസ് ദ ഓൺലി ഗേൾ വിത്ത് മൈ ഫേസ് നോട്ട് കവേർഡ്. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, പക്ഷേ മിക്ക കുട്ടികളും തിരിഞ്ഞ് ഇവളെ നോക്കി, നമ്മുടെ മലാലേനെ നോക്കി. മലാല മാത്രമാണ് മുഖം കവർ ചെയ്യാത്തത്. ബാക്കി എല്ലാ പെൺകുട്ടികളും മുഖം മറച്ചിട്ടുണ്ടായിരുന്നു, മലാല മാത്രം മുഖം മറച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് വെൻ ഹി ലിഫ്റ്റ് അപ്പ് എ ബ്ലാക്ക് പെസ്റ്റോൾ. സം ഓഫ് ദ ഗേൾസ് സ്ക്രീംഡ്. അപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്യും, ഒരു കറുത്ത കൈത്തോക്കെടുക്കും. എല്ലാ കുട്ടികളും ഒച്ചുണ്ടാക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. മോനിബ ടെൽസ്
me, I squeezed her hand. മോനിബ പറയുന്നത് മലാല അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ നെക്കി പിഴിഞ്ഞു എന്നാണ്. മൈ ഫ്രണ്ട് says he fired 3 shots, one after another. The first went through my left eye socket and out under my left shoulder. The other 2 bullets hit the girls next to me. മറ്റുള്ള കുട്ടികൾ പറയുന്നത്, അവളുടെ സുഹൃത്തുക്കൾ പറയുന്നത്, അവൻ 3 പ്രാവശ്യം വെടി ഉയർത്തി ഉതിർത്തു. വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു പുറകെ ഒന്നായി 3 പ്രാവശ്യം വെടിവെച്ചു. ഇതിൽ ആദ്യത്തെ ബുള്ളറ്റ് അവളുടെ കണ്ണിൽ ലെഫ്റ്റ് ഐ, ഇടത്തെ കണ്ണിനുള്ളിൽ കൂടിയാണ് കയറിയത്. അത് കയറിയിട്ട് അവളുടെ ലെഫ്റ്റ് ഷോൾഡറിൽ തുളച്ചാണ് പുറത്തേക്ക് പോയത്. ദ അതർ 2 bullets, ബാക്കിയുള്ള 2 ബുള്ളറ്റ് അവളുടെ അടുത്തിരുന്ന പെൺകുട്ടികൾക്കാണ് കൊണ്ടത്. മൈ ഫ്രണ്ട്സ് ലേറ്റർ ടോൾഡ് മീ ദ ഗൺമാൻസ് ഹാൻഡ് വാസ് ഷേക്കിംഗ് ആസ് ഹി ഫയർഡ്. അവൻ വെടിവെച്ചപ്പോൾ അവൻ്റെ കൈ വിറക്കുകയായിരുന്നു എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. ബൈ ദ ടൈം വി ഗോ ടു ദ ഹോസ്പിറ്റൽ മൈ ലോങ് ഹെയർ ആൻഡ് മോനിബാസ് ലാപ്പ് വെയർ ഫുൾ ഓഫ് ബ്ലഡ്. മോനിബയുടെ മടിയിലും എൻ്റെ തലമുടി മുഴുവനും രക്തത്തിൽ കുളിച്ചിരുന്നു. ഹു ഈസ് മലാല? ഐ ആം മലാല ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റോറി. ആരാണ് മലാല? ഈ കുട്ടിയാണ് മലാലയുടെ സ്റ്റോറിയാണ് നമ്മൾ ഈ വായിച്ചത്. അപ്പോൾ ഇതാണ് സ്റ്റോറി. Malala Yousafzai is the youngest Nobel Prize laureate and an activist for girls' education. Born in Mingora, Swat Valley, she gained global attention when she survived the attack in 2012. Malala's activism began at age 11 when she wrote a blog under a pseudo name. Her autobiography, I Am Malala, The Girl Who Stood Up for Education, written in collaboration with Christina Lamb, chronicles her journey and her fight for the right to education. അപ്പോൾ മലാല യൂസഫ്സായി 1997 ജനിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി, എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു ആശയത്തിന് വേണ്ടിയിട്ട് പോരാടിയത്. അതൊരു വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാ പെൺകുട്ടികളുടെ അവകാശമാണെന്ന് എല്ലാവരും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി സ്പീച്ചുകളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 താലിബാൻ അറ്റാക്ക് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല, എല്ലാവരും മുഖം മറക്കണം എന്നൊക്കെ ഉള്ളൊരു റൂളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവരനുസരിക്കാഞ്ഞത് കൊണ്ടാണ് താലിബാൻ ഇവരെ അറ്റാക്ക് ചെയ്തത്. അറ്റാക്കിൽ ഈ കുട്ടിക്ക് കണ്ണിലും ഷോൾഡറിലും വെടിയേറ്റു. അങ്ങനെ ഈ കുട്ടിയും ക്രിസ്റ്റീന ലാംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റും കൂടി ഒരുമിച്ചിട്ടാണ് ഈ ഒരു മലാല, ഐ ആം മലാല ദ ഗേൾ ഹൂ സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. ക്രിസ്റ്റീന ലാംബ് ചീഫ് കറസ്പോണ്ടൻറ്റ് ഓഫ് ദ സൺഡേ ടൈംസിൻ്റെ ചീഫ് കറസ്പോണ്ടൻ്റാണ്. ഷി വാസ് വൺ ന്യൂമറസ് അവാർഡ് ഫോർ വാർ റിപ്പോർട്ടിങ്ങിന് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്റ്റീന. ഇനി ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള 5 ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. Next, let's explore. Activity 1. The news headlines given below and the answer. Read the news headlines. ഇത് വായിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് പറയാം. മലാല യൂസഫ്സായി ഷോട്ട്, നേഷൻ പ്രേസ് ഫോർ ഹെർ. ഇപ്പോൾ മലാല യൂസഫ്സായിക്ക് വെടിയേറ്റു, രാജ്യം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ന്യൂസ്. വാട്ട് ഇൻഫർമേഷൻ ഡസ് ദ ഹെഡ്ലൈൻ കൺവേ? ഹെഡ്ലൈൻ എന്താണ് കൺവേ ചെയ്യുന്നത്? മലാല യൂസഫ്സായിക്ക് വെടി കൊണ്ടു എന്നുള്ളതാണ് കൺവേ ചെയ്യുന്നത്. ഡസ് ദ ഹെഡ്ലൈൻ ഗ്രാബ് ദ റീഡേഴ്സ് അറ്റൻഷൻ? ഈ ഹെഡ്ലൈൻ വായനക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ടോ? ഉണ്ട്. യെസ്. ഇത് ക്യാച്ചിയാണ് അല്ലേ, ക്ലിയർ ആണ്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഈ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കൂടുതൽ ഡീറ്റെയിൽസ് ന്യൂസിലുണ്ടെങ്കിൽ പോലും ഹെഡ്ലൈനിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു സംഭവം നമുക്ക് മനസ്സിലാകും. ഈസ് ദ ഹെഡ്ലൈൻ ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ്? ബ്രീഫും ടു ദ പോയിൻറ്റുമാണോ? കാര്യമാത്ര പ്രസക്തിയുള്ള ഹെഡ്ലൈൻ ആണോ? ആണ്. ലെറ്റ്സ് നൗ ഐഡൻറ്റിഫൈ എ ഫ്യൂ ഫീച്ചേഴ്സ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി ന്യൂസ് ഹെഡ്ലൈൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത്? എ ഗുഡ് ന്യൂസ് ഹെഡ്ലൈൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് കോൺഷ്യസ്, engaging and accurate, catchy and crispy, neutrality, attractiveness, readers focus and relevant. ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ 2 സൈഡ് നിൽക്കാൻ പാടില്ല. അവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത്, ന്യൂട്രലായിട്ട് നിൽക്കുക. നല്ലതും പറയാൻ പാടില്ല, കെട്ടതും പറയാൻ പാടില്ല. 2 പേർക്കും 2 സൈഡിൽ നിന്നിട്ട് ന്യൂട്രലായിട്ട് വേണം പറയാനായിട്ട്. ആരുടെയും പക്ഷം പിടിക്കാൻ പാടില്ല, പക്ഷപാതരഹിതമായിരിക്കണം.
Next, the news headlines relate to Malala's Nobel Peace Prize. Analyze the headlines and place a tick mark against the one you like the most. അപ്പോൾ 3 ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. ആക്ടിവിസ്റ്റ് മലാല യൂസഫ്സായ് ഈസ് ഓണർഡ് വിത്ത് നൊബേൽ പീസ് പ്രൈസ് ഫോർ സ്പീക്കിംഗ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. Malala Yousafzai's fight for education wins Nobel Peace Prize. Malala Yousafzai gets the Nobel Prize for her work to help girls go to school. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെയാണ് ഞാൻ ടിക്കറ്റ് ഇരിക്കുന്നത്. അത് അക്യുറേറ്റ് ആണ്, ക്രിസ്പാണ്, ക്യാച്ചിയാണ്, കോൺസെൻസ് ആണ്. ഈ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഷോർട്ടാണ്, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി അല്ലേ. അതാണ് അക്യുറേറ്റും ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കണം, ഒരു കടിച്ചാലും നമുക്ക് ആ ഒരു സൗണ്ട് വരില്ല. അതാണ് ക്രിസ്പ്. വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് കിട്ടണം. ക്യാച്ചി ആയിരിക്കണം, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കണം. കോയിൻസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഷോർട്ടായിരിക്കണം, മനസ്സിലാകുന്ന രീതിയിലുള്ളതായിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം. മാച്ച് ദ ന്യൂസ് ഹെഡ്ലൈൻസ് വിത്ത് ദ ലീഡ്സ്. ഇനി നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്, അത് ലീഡ്സുമായിട്ടൊന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ വിൻസ് ഗോൾഡ് ഇൻ ഏഷ്യൻ ഗെയിംസ്. അത് Monday 7 May 2024, Hangzhou, India clinched a gold medal at the Asian Games with athlete Neeraj Chopra leading the contingent to victory in javelin throw. രണ്ടാമത്തെ സ്കൂൾ സ്റ്റുഡൻസ് plant 1,000 trees in City Park. രണ്ടാമത്തത് Friday June 2024, Pune, in a remarkable initiative, school children came together to plant more than 1,000 trees in the Central City Park. മൂന്നാമത്തെ കൽക്കി സുബ്രഹ്മണ്യം ട്രാൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് നോമിനേറ്റഡ് ഫോർ വുമൻ ഓഫ് വർത്ത് അവാർഡ്. അതിൻ്റെത് Wednesday 15th November 2016, ചെന്നൈ. കൽക്കി സുബ്രഹ്മണ്യൻ, ദ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, social worker and inspirational speaker, has been nominated for the Women of Worth Award. Monsoon rain slashes Mumbai street flood. September 2024 Friday, 6 September 2024 Friday, Mumbai experienced relentless monsoon rains over the past 24 hours, leading to widespread flooding across the city, disrupting daily life. Read the following leads and write a catchy headline for each one. അപ്പോൾ ഈ ലീഡ്സ് ഒന്ന് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഹെഡ്ലൈൻസ്: ദ ഫോർട്ട് സ്കൂൾ ഇനോഗ്രേറ്റ് എ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ്. ഫോർട്ട് കൊച്ചിയിലത്തെ ഒരു ഫോർട്ട് ഹൈസ്കൂളിൽ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. കുട്ടികൾ എണ്ണത്തിൽ കൂടുതൽ വന്നതുകൊണ്ട് അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ബിൽഡിംഗ് കെട്ടിയത്. അപ്പോൾ അതിനുള്ളൊരു ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി Friday 18 August 2024, ശാസ്താം കോട്ട, ദ ആനുവൽ ആർട്ട് ഫെസ്റ്റ് ഓഫ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ വാസ് വൈബ്രൻറ്റ്. അപ്പോൾ ശാസ്താം കോട്ട ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ ആനുവൽ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ഒരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് HSS ആനുവൽ ഫെസ്റ്റ് ഷോ കേസസ് ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സ്പ്രഷൻ. ക്രിയേറ്റിവിറ്റിയും എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. ഡാൻസും മ്യൂസിക്, ഡ്രാമ, സ്കൾപ്ചർ, അതിനകത്തൊക്കെ ഉള്ളതിനാണ് നമ്മൾ ഈ ഒരു ക്രിസ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. Tuesday 11 November 2024, കാസർഗോഡ്, ദ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹോസ്റ്റഡ് ഇറ്റ് ആനുവൽ ഇംഗ്ലീഷ് ഫെസ്റ്റിൻ്റെ ഒരു ന്യൂസാണത്. അപ്പോൾ അതിനുള്ളത് ഇംഗ്ലീഷ് ഫെസ്റ്റ് സെലിബ്രേറ്റ്സ് ലാംഗ്വേജ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇമാജിൻ യു ആർ ഹോസ്റ്റിംഗ് എ ലൈവ് ടോക്ക് ഷോ ആൻഡ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ മലാല യൂസഫ്സായ്. പ്രിപ്പയർ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ദി ഇൻ്റർവ്യൂ. യു മേ ആസ്ക് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദീസ് ടോപ്പിക്. അപ്പോൾ നമുക്ക് ടോപ്പിക് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ചോദ്യം ഉണ്ടാക്കാനാണ്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം. ക്യാൻ യു ടെൽ us about your early childhood? അത് ചോദിച്ചു. രണ്ടാമത്തെ മോട്ടിവേഷൻ ഓർ ഇൻസ്പിറേഷൻ. വാട്ട് ഇൻസ്പയർഡ് യു ടു ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ? വാട്ട് ചേഞ്ച്ഡ് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്? ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫാണ്. അപ്പോൾ അത് വാട്ട് ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്? വിച്ച് മൊമെൻറ്റ് ഇൻ യുവർ ജേർണി സോ ഫാർ ഡു യു കൺസിഡർ ദ മോസ്റ്റ് അൺഫോർഗറ്റബിൾ? മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണ്? വാട്ട് ഡസ് ദ വിന്നിംഗ് ഓഫ് നൊബൈൽ പ്രൈസ് മീൻ ടു യു പേഴ്സണലി? റെക്കഗ്നീഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്നുള്ള ഭാഗത്തിൽ നമുക്ക് നൊബൈൽ പ്രൈസ് കിട്ടിയപ്പോഴത്തേക്കും പേഴ്സണലായിട്ട് എന്താണ് തോന്നിയത്? ഫ്യൂച്ചർ ഗോൾസ്. വാട്ട് ആർ യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഫോർ ദി ഫ്യൂച്ചർ ഓഫ് മലാല ഫണ്ട്? ഫ്യൂച്ചർ ഗോൾസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്വൈസ് ടു യങ്ങർ ജനറേഷന് കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്നുള്ളത്. ഫേസസ് ചാലഞ്ചസ് ആൻഡ് അച്ചീവ് ദർ ഡ്രീംസ്. അഡ്വൈസ് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നൗ യൂസിങ് ദ ക്വസ്റ്റ്യൻസ് യു ആർ പ്രിപ്പയർഡ്, കണക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് മലാല. 4 കോൺവെർസേഷൻസ് ഉള്ള ഒരു
ഇൻ്റർവ്യൂയുടെ മോഡൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് അറ്റാച്ച് ചെയ്യാം. ദ നറേറ്റർ ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ for life visits the doctor to discuss the various diseases he believed he had. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ആ ചാപ്റ്ററിലെ നറേറ്റർ, കഥാകാരൻ, ഒരു ഡോക്ടറിനെ കാണാൻ പോയി. ഇഫ് യു ഹാവ് എൻ ഐ റിലേറ്റഡ് ഇൽനെസ് വിച്ച് സ്പെഷ്യലിസ്റ്റ് വുഡ് യു കൺസൾട്ട്? അപ്പം നിങ്ങൾക്ക് ഒരു കണ്ണുമായി സംബന്ധിച്ചൊരു അസുഖമാണെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറായിരിക്കും കാണുക? ഓൾഫ്തമോളജിസ്റ്റിനാണ് നമ്മൾ കാണുക, കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ്. Study the table below and match the titles of specialist doctors with their areas of specialization. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പേരും ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ഏരിയ ആണ്, എന്തിൻ്റെ ഡോക്ടറാണെന്ന് നമുക്ക് അറിയണം, ഏത് അസുഖത്തിനെയും ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണെന്ന്. ഓർത്തോപീഡിസ്റ്റ്, ബോൺസ്, ജോയിൻസ് ആൻഡ് മസിൽസ്. ഓർത്തോപീഡിസ്റ്റ്, bones, joints, muscles. Gynecologist, female reproductive system. Pediatrician, health care for children. Ophthalmologist, eye diseases and disorders. Cardiologist, heart and cardiovascular system. Dermatologist, skin, hair and nails. Neurologist, nervous system, brain, spinal cord and nerves. അടുത്തത് റീഡ് ദ സെൻറ്റൻസ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. നമുക്ക് ഒരു സെൻറ്റൻസ് വായിക്കാം, എന്നിട്ട് ഫില്ല് ചെയ്യാം. കൺസൾട്ട് ആൻ ഓർത്തോപീഡിയാട്രിസ്റ്റ് ഇഫ് യു ഹാവ് ജോയിൻറ്റ് പെയിൻ ഓർ എ ഫ്രാക്ചർ. വിസിറ്റ് എ ഗൈനക്കോളജിസ്റ്റ് ഫോർ റെഗുലർ ചെക്കപ്സ്. ഗോ ടു ആൻ ophthalmologist if you have problems with your eyesight. Call on a cardiologist if you have severe chest pain. If you have a skin rash or unusual hair loss, you should consult a dermatologist. For issues relating to children's health, visit a pediatrician. If your doctor thinks you have issues related to your nervous system, she will refer you to a neurologist. അപ്പോൾ AEIOU ഈ വവൽസ് വന്നിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ നമ്മൾ ആനും യൂസ് ചെയ്യും. വവൽസ് ഇല്ലാത്ത വേർഡ്സ് ആണെങ്കിൽ നമ്മൾ എയും യൂസ് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ളത്. ആക്ടിവിറ്റി 2. This is a story of a kind-hearted person who inspired the people of his village through his heroic action. Replace the highlighted words, choosing the most appropriate one from the box given below. Once in a small village there was a feeble old man who lived in harmony with nature. ഇപ്പോൾ ഫീബിളിൻ്റെ മീനിങ് ആണ് decrepit. His simple way of life was often considered strange by the villagers and he was frequently mocked by them. One day a strong storm swept through the village. Strong stormൻ്റെ മീനിങ് gale, G-A-L-E, tearing off the roofs of houses and uprooting trees when most people remained idle. Idleൻ്റെ മീനിങ് indolent. Unwilling to take any action, the old man stepped forward to help those in need. Amid the chaos in the meaning commotion ആണ്. He rushed to help a family trapped inside their collapsing home. When the storm ended, the grateful family offered to repay the old man, but he declined his offering, saying, "Compassion seeks no reward." Decline means refused. Inspired by his courage and selflessness, the villagers united to rebuild their homes. Even in the darkest moment, kindness and empathy can lead us forward. Activity 1. Read the following sentence from I Am Malala and not the highlighted words. My mind transported me back to my school and there I am reunited with my friends and teachers. Which word in the sentence above indicates direction? 2. സ്കൂളിലേക്ക് എന്നുള്ളൊരു അർത്ഥത്തിൽ ടു അല്ലേ. ക്യാൻ യു പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഡിനോട്ട്സ് അസോസിയേഷൻ ഓർ കമ്പാനിയൻഷിപ്പ്? റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ വീണ്ടും ഒത്തുചേർന്നു എന്നുള്ളൊരു അർത്ഥം വരും. ഇപ്പോൾ വിത്ത്. വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ കണക്റ്റിംഗ് ഇറ്റ് ടു അനദർ വേർഡ് ആർ പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻസ് എന്താണ്? ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെ വേറൊരു വാക്കുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സമയം, സ്ഥലം, പൊസിഷൻ അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീപൊസിഷൻസ് യൂസ് ചെയ്യുന്നത്. നോട്ട് ദ പൊസിഷൻ ഓഫ് ദ ക്യാറ്റ് ഇൻ ഈച്ച് പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് പ്രിപ്പൊസിഷൻ ഫ്രം ദ ബോക്സ് ബിലോ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഈ പൂച്ചയുടെ
പ്ലേസ് എവിടെയാണ് സ്ഥാനം എന്നുള്ളത് നമ്മൾ പറയണം. ബിസൈഡ്, ബിറ്റ്വീൻ, ഇൻ ഫ്രണ്ട് ഓഫ്, നിയർ, അണ്ടർ, ഓൺ, ഓവർ. ഇതെല്ലാമാണ് പൂച്ചയുടെ പ്ലേസസ്, പൊസിഷൻസ്. നൗ ഷാൽ വി പിക്ക് ഔട്ട് ദ പ്രിപ്പോസിഷൻസ് ഇൻ ദി പ്രൊഫൈൽ ബിലോ. ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഈ പ്രൊഫൈലിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രിപ്പോസിഷൻസ് കണ്ടുപിടിക്കണം. രവീന്ദ്രനാഥ് ടാഗോർ വാസ് എ ഫേമസ് ഇന്ത്യൻ പോയിറ്റ്, പ്ലേ റൈറ്റർ, പെയിൻറ്റർ ആൻഡ് എ സോഷ്യൽ റിഫോമർ. ഹി വാസ് ബോൺ ഓൺ 7th May 1861 ഇൻ കൊൽക്കത്ത. അപ്പം ഓൺ ഏത് ദിവസമാണെന്നുള്ളത്, ഏത് സ്ഥലമാണെന്നുള്ളത്. ഹി വൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. ഫോർ ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ നോബൽ പ്രൈസ്. ഏത് വർഷമാണെന്ന് കാണിച്ചിരിക്കുന്നതാണ്. Tagore worked hard for peace and education and for the freedom of the nation. He founded a school based on the concept that children should learn freely in nature. He passed away on 7th August 1941 at the age of 80. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാമാണ് പ്രിപ്പോസിഷൻസ്. 3 jars containing prepositions printed on a paper strip are pictured below. Fill in the blank strips choosing the appropriate phrases from the boxes. Preposition of time. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് preposition of time ആണ്, സമയത്തെ സൂചിപ്പിക്കുന്ന prepositions. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് 5 hours by 6 PM. അപ്പോൾ 4 by, before the meeting, മീറ്റിങ്ങിന് മുൻപ്. In May, in the month of May, മാസത്തിനെ പറയാൻ വേണ്ടി. ഓൺ സൺഡേ, ദിവസത്തിനെ പറയാൻ വേണ്ടി. അറ്റ് 6 PM, സമയത്തിനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറ്റ് പറയും, അറ്റ്, ഓൺ, ഇൻ, ബിഫോർ, ബൈ, ഫോർ. ഇതിൽ ഇൻ യൂസ് ചെയ്യണത് മാസത്തെ പറയാൻ, ഓൺ യൂസ് ചെയ്യണത് ദിവസത്തെ പറയാൻ, അറ്റും ബൈയും യൂസ് ചെയ്യുന്നത് സമയത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ്. ഫോറും ഏകദേശം സമയത്തെ പറയാനായിട്ടാണ് 4 യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ അറ്റും ബൈയും ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രിപ്പോസിഷൻ. ബിഹൈൻഡ്, പിന്നിൽ. ബിറ്റ്വീൻ, നടുക്ക്. ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ. ഇൻ ദ ക്ലാസ്, ക്ലാസ്സിന് ഉള്ളിൽ, അകത്ത് എന്നുള്ളൊരർത്ഥം. ഓൺ ദ ഫ്ലോർ, ഫ്ലോറിന് മേലെ. അല്ലെങ്കിൽ ഓൺ ദ ചെയർ എന്ന് പറയുമ്പോൾ ചെയറിന് മേലെ അല്ലേ. ബിസൈഡ് ദ ലേക്ക്, ലേക്കിൻ്റെ അക്കരെ. ബിസൈഡ്, അക്കരെയാണ്, അപ്പുറത്ത് എന്നുള്ളൊരർത്ഥം വരും. ഇൻ പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ, ഇനി ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്. ടു ദ സ്കൂൾ, സ്കൂളിലേക്ക്. അക്രോസ് ദ സ്ട്രീറ്റ്, തെരുവിന് എതിർവശത്തേക്ക്. ഫ്രം ദ ലൈബ്രറി, ലൈബ്രറിയിൽ നിന്ന്. ഇൻ ടു ദ ഹാൾ, ഹാളിനുള്ളിലേക്ക്. എറൗണ്ട് ദ പാർക്ക്, പാർക്കിന് ചുറ്റും. ഡൗൺ ദ ഹിൽ, കുന്നിന് അടിയിലേക്ക് അല്ലെങ്കിൽ കുന്നിന് താഴെ. Read the passage below and fill in the blanks using appropriate preposition, choosing from those in the box given below. ഇപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പ്രിപ്പോസിഷൻ്റെ. അത് വെച്ചിട്ട് നമ്മൾ താഴെയുള്ള ആ ഒരു പാരഗ്രാഫ് ഫിൽ ചെയ്യണം. പാസേജ്. Vipin is a book lover. Inspired by a book he read, he decided to adopt a better routine. Every morning he went to the park looking for inspiration in the peaceful surrounding. He enjoyed reading in the shade of tall green trees, thinking about stories of people who had succeeded in overcoming great difficulties. They knew they had to be committed to their goals, focusing only on what they wanted to achieve. Vipin too decided to stay focused and resolved never to get distracted or to give up his goals. Activity 2. Read the following sentence and note the highlighted words. ഇപ്പോൾ താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹൈലൈറ്റഡ് വേർഡ്സ് നോട്ട് ചെയ്യണം. ജെറോം വെന്റ് ടു ദ ഡോക്ടേഴ്സ് ക്ലിനിക്. ജെറോം ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ പോയി. ദ ഡോക്ടർ എക്സാമിൻഡ് ഹിം. ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ ഗേവ് ഹിം എ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഹൈലൈറ്റഡ് വേർഡ്സ് ഇൻ ദിസ് സെൻറ്റൻസ്? ഈ ഹൈലൈറ്റഡ് വേർഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? To express action, events or condition that started and finished at specific time in the past. ഇപ്പോൾ കഴിഞ്ഞു പോയ ഏതൊക്കെയോ കാര്യങ്ങളെയോ സംഭവങ്ങളെയോ ആക്ഷൻസോ ഒക്കെ പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. വാട്ട് ഡു ദീസ് വേർഡ്സ് ഡിനോട്ട്? ഈ വാക്കുകൾ എന്തിനാണ് ഡിനോട്ട് ചെയ്യണത്? ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ആണ് ഇത് denote ചെയ്യുന്നത്. The verbs in these sentences is not an action done or experienced by a person or a thing. A verb is a key element of a sentence. ഒരു
വാക്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു കൂട്ടുകാരനായിരുന്നു. ഹി ഹാഡ് ഓൾ ദ ഡിസീസസ് മെൻഷൻ ഇൻ ദ മെഡിക്കൽ ജേർണൽ. മെഡിക്കൽ ജേർണലിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ ഡിസീസുകളും എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഡു ദ വേർബ് വാസ് ആൻഡ് ഹാഡ് ഡി നോട്ട് ആക്ഷൻ ഹിയർ. ഈ സെൻറ്റൻസിൽ വാസും ഹാഡും രണ്ടും വേർബാണ്. ഈ വേർബുകൾ നമുക്ക് ആക്ഷനാണോ കാണിക്കുന്നത്? ഇതൊരു ആക്ഷൻ അല്ല, ഇതൊരു പൊസഷനാണ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതാണ് എന്നുള്ളൊരു പൊസഷൻ, സ്വന്തമാണെന്നുള്ളൊരു ഇത് പൊസഷൻ. റീഡ് ദ ഗിവൺ പാസേജ്, ഐഡൻറ്റിഫൈ ദ വേർബ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ് ഇൻ ദ ടേബിൾ. ഇപ്പോൾ താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിക്കണം. ആ വായിച്ച പാസേജിൽ നിന്നും ആക്ഷൻ വേർഡ്സ് എടുക്കുക, അതായത് വേർബ്സ് എടുക്കുക. വേർബ്സ് എടുത്തിട്ട് അത് ആക്ഷൻ ആണോ, സ്റ്റേറ്റ് ആണോ, പൊസിഷൻ ആണോ, എന്താണെന്ന് നമുക്ക് എഴുതുക. അക്ഷിക ഈസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഷീ ലവ്സ് ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. ഈസ് എന്നുള്ളത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ആർട്ടിസ്റ്റ് ആണ്, അക്ഷിത ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവൾ ആർട്ടിസ്റ്റാണ്, കലാകാരിയാണ്. ലവ്സ് ആക്ഷനാണ്, സ്നേഹം അത് ആക്ഷനാണ്, നമുക്ക് കാണിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊരു ഇമോഷൻ, ഒരു കാര്യമാണ്, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം. അവൾ ആർട്ടിസ്റ്റാണ്, പക്ഷെ അത് അവളുടെ കലയാണ്, കല അല്ലേ. എവറി മോർണിംഗ് ഷീ വാക്സ് ടു ഹെർ സ്റ്റുഡിയോ. അപ്പോൾ വാക്സ് അതൊരു ആക്ഷനാണ്. ദ സ്റ്റുഡിയോ ഹാസ് എന്നുള്ളത് സ്റ്റുഡിയോ ഹാസ് അത് പൊസഷനാണ്. ലാർജ് വിൻഡോ ദാറ്റ് ലവ്സ് ദ പാസേജ് ഓഫ് നാച്ചുറൽ ലൈറ്റ്. അക്ഷിക ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് കളേഴ്സ്. ഈസ് അവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ഷീ ഹാഡ് എ വണ്ടർഫുൾ ടീച്ചർ ഹു ഇൻസ്പയർഡ് ഹെർ ക്രിയേറ്റിവിറ്റി. ഹാഡ് എന്നുള്ളത് ഒരു പൊസഷനാണ്. അവൾക്ക് ഉണ്ടായിരുന്നു, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹാഡ്. ഷീ ഹാസ് മെനി ക്രിയേറ്റീവ് ഐഡിയാസ് ഫോർ ഹെർ വർക്ക്. അവൾക്ക് ഒത്തിരി ക്രിയേറ്റീവ് ഐഡിയാസ്, ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതും ഒരു പൊസിഷനാണ്, അവൾക്കുണ്ടായ കാര്യമാണ് കാണിക്കുന്നത്. ഷീ ക്രിയേറ്റഡ് ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് ലാൻഡ്സ്കേപ്പ്. ക്രിയേറ്റഡ് അവൾ നിർമ്മിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി. അപ്പോൾ ക്രിയേറ്റഡ് അത് ആക്ഷൻ വേർഡായിട്ട് വരും. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. ഇനി താഴെയുള്ള സെൻറ്റൻസസ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഹൈലൈറ്റഡ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. They have completed their homework. I am reading an interesting book now. An expert team will visit our school next week. What purpose do the words have, am, will serve in the sentence? Don't they support the main verb? അപ്പോൾ മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ഹാവ്, ആം, വിൽ എന്നീ വാക്കുകൾ. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി. ഹാവ് കംപ്ലീറ്റഡിനെ സഹായിക്കുകയാണ്. ആം റീഡിങ് വായിക്കുന്നതിന് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണതാണ് ആം എന്നുള്ളത്. വിസിറ്റ് സന്ദർശനത്തിനെ സപ്പോർട്ട് ചെയ്യണതാണ് വിൽ എന്നുള്ളത് അല്ലെ. ഭാവിയിലത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്യൂച്ചർ. ദീസ് വേർഡ്സ് ആർ കോൾഡ് ഓക്സിലറി വേർബ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. ഇതിന് പറയുന്ന പേരാണ് ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന്. ഓക്സിലറി വേർബ്സ് വർക്ക് ടുഗെദർ വിത്ത് മെയിൻ വേർബ് ടു പെർഫോം വേരിയസ് ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ് ആൻഡ് ടു കൺവേ ഷെയ്ഡ്സ് ഓഫ് മീനിങ്. ഒരു കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി, അർത്ഥം മറ്റുള്ളവരെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഓക്സിലറി വേർബ്സ് സഹായിക്കുന്നത്. ദ പാസേജ് ഗിവൺ ബിലോ ഹാസ് സം എറേഴ്സ് ഇൻ ഇറ്റ്. ലെറ്റ്സ് എഡിറ്റ് ദം. പാസേജിൽ എറേഴ്സൊക്കെ ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. നതാഷ ഈസ് എ സക്സസ്ഫുൾ ആർക്കിടെക്ട്. ഷീ വർക്ക്സ് അറ്റ് എ ലീഡിങ് കമ്പനി. വർക്ക്സ് ആണ് അവിടെ വേണ്ടത്. ഷീ സിംഗുലർ ആയതുകൊണ്ട് വർക്ക്സ് പ്ലൂറലായി മാറണം. വേർബ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് വർക്ക്സ് ആക്കിയിരിക്കുന്നത്. ഷീ ഹാസ് ബീൻ പ്ലസ് ING ഫോമാണ് വേണ്ടത്. വേർബിൻ്റെ ING ഫോമാണ് ബീനിൻ്റെ ഒപ്പം വേണ്ടത്. വർക്ക്ഡ് അല്ല, പാസ്റ്റ് ടെൻസ് അല്ല വേണ്ടത്. അപ്പോൾ ഹാസ് ബീൻ വർക്കിംഗ് at the same company for past 5 years. Over the years she have led അല്ല, she has led ആണ്. several projects. Next week she will present ആണ്. presented എന്ന് പറഞ്ഞാൽ past tense ആണ്. she will present a new project proposal. നതാഷ have full confidence. ഹാവിന് പകരം ഹാസ് ആണ് വേണ്ടത്. ഹാസ് full confidence in her proposal. Activity 3. Read the following sentence from a prescription for life. I again turned over the page മറിച്ചു എന്നുള്ള അർത്ഥമാണ് turned over. I wondered where else I had got it. Sent
വിറ്റസ് ഡാൻസ് ടേൺഡ് അപ്പ്. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റ് വിറ്റസ് ഡാൻസ് ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരിക എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. ഹാവില്ല, ഹാവിന് പകരം ഹാസ് ആണ് വേണ്ടത്. ഹാസ് ഫുൾ കോൺഫിഡൻസ് ഇൻ എ പ്രപ്പോസൽ. ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഐ അഗെയിൻ ടേൺഡ് ഓവർ ദ പേജ്. പേജ് മറിച്ചു എന്നുള്ള അർത്ഥമാണ് ടേൺഡ് ഓവർ. ഐ വണ്ടേർഡ് വെയർ എൽസ് ഐ ഹാഡ് ഗോട്ട് ഇറ്റ്. സെൻറ്റ് വിറ്റസ് ഡാൻസ് ടേൺഡ് അപ്പ്. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റ് വിറ്റസ് ഡാൻസ് ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരിക എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. അറൈവ് അല്ലെങ്കിൽ മുന്നോട്ട് വരിക എന്നൊക്കെയുള്ള അർത്ഥം. The word turned in is a verb which may be used in different senses. Words like over, up, used with verbs like turn are particles. വാക്കുകളൊക്കെ ഫസ്റ്റ് വരുന്ന വാക്കുകളൊക്കെ എല്ലാം എന്ത് വേർഡ്സ് ആണെന്നറിയാമോ? അതെല്ലാം എക്സ്പ്രഷൻസ് ആണ്, വേർബാണ്. വേർബിൻ്റെ കൂടെ നമ്മളൊരു പാർട്ടിക്കിൾ ചേർക്കും. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഓൺ, ടേൺഡ് ഓവർ, ടേൺ അപ്പ്, ഗോ ത്രൂ അങ്ങനെയുള്ളതൊക്കെ. ആ രണ്ടാമത് വരുന്ന വേർബ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഒരു വേർബും ഒരു പാർട്ടിക്കിളും കൂടി വരുന്നതിനാണ് ഫ്രേസസ് എന്ന് പറയുന്നത്, വേർബൽ ഫ്രേസസ് എന്ന് പറയുന്നത്. വേർബൽ ഫ്രേസസ് അതിൻ്റെ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ക്വിറ്റ്, വേണ്ടാന്ന് വെച്ചു എന്നൊക്കെയുള്ള അർത്ഥം വരും. ഇനി ഫ്രേസൽ വേർബും മീനിങ്സും തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യണം. ഗോ ത്രൂ, ടു എക്സാമിൻ കെയർഫുള്ളി ഓർ ടു റീഡ്. ടേൺ അപ്പ്, ടു അപ്പിയർ ഓർ അറൈവ് അൺഎക്സ്പെക്റ്റഡ്ലി. ഡോൺ അപ്പ്, ഡൗൺ, അപ്പോൺ. ഡോൺ ഓൺ അല്ലെങ്കിൽ ഡോൺ അപ്പോൺ, ടു റിയലൈസ്. ടേൺ ഓവർ, ടു ഫ്ലിപ്പ് ഓവർ. ഗോ ഓൺ, ടു കണ്ടിന്യൂ. പാസ് അവേ, ടു ഡൈ. ഇതെല്ലാമാണ് മീനിങ്സ്. ഈ ഫ്രേസസ് എല്ലാം കഴിവതും പഠിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രേസസ് ഒത്തിരി ഇങ്ങനെ യൂസ് ചെയ്യാനുണ്ടാകും. നൗ replace the highlighted words or phrases in the following paragraph using the appropriate form of the phrasal verbs given in the box. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഫ്രേസുകൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നൈന ഈസ് എ ഡിസിപ്ലിൻ ഗേൾ ഹൂ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഹർ സ്റ്റഡീസ്. ഷീ റീഡ്സ് വായിക്കുക. അപ്പോൾ ഗോ ത്രൂ her textbook and notes on a regular basis rather than just flipping through page mariക്കുക. Turn over the pages. She reads them with keen attention. She loves to study in the morning. She begins her lessons at about 5:30 a.m. and continues go on studying for about 2 hours. After that she gets ready for school. At 9 her classmate Meera arrive, turn up, and both of them go to school chatting all the way. Activity 4, read the following passage, identify the subject and verb of the sentence and list them in the space provided. Subject means ആരാണ് ചെയ്യുന്നത്, verb means എന്താണ് ചെയ്യുന്നത്. അപ്പോൾ who is doing, what is doing, അത് രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. Tenny is a young and enthusiastic horticulturist. He maintained a small orchard near his house. Many varieties of fruit trees flourish in his orchard. These include banana, mango, jackfruit, rambutan, guava, mangosteen, and several others. Tenny's wife and children help him manage the orchard. They believe that plants need love and care, along with water and manure, to grow and be fruitful. The entire family enjoys working together. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫ്. ഇതിനകത്ത് സബ്ജക്റ്റ് എന്തൊക്കെയാണ്? ടെനി സബ്ജക്റ്റാണ്. ഈസ് വേർബ്. ടെനി ഈസ് എ യങ് ആൻഡ് എന്തൂസിയാസ്റ്റിക് ഹോർട്ടിക്കൾച്ചറിസ്റ്റ്. അതിനകത്ത് ടെനിയാണ് വേർബ്. ആരാണ് ഇതിനകത്ത് വേർബ്? ഇയാൾ എന്താണ്? ഇയാളൊരു ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആണ്. അപ്പോൾ ആണ് എന്നുള്ളതാണ് ഇവിടെ വേർബ് വരിക. ഇനി മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഫ്ലറിഷ് ഇൻ ഹിസ് ഓർച്ചർഡ്, അതാണ് അടുത്ത സെൻറ്റൻസിനകത്ത്. അതിലെന്താണ്? മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ്, അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? വാട്ട് മെനി വെറൈറ്റി ഓഫ് ഫ്രൂട്ട് ട്രീസ്. എന്ത് ചെയ്യും? ഫ്ലറിഷ് ചെയ്യുക, വളർന്ന് നിൽക്കുക. ഇനി ദീസ്, ഇത്. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നു വേർബാണ്. ദീസ് എന്നുള്ളത് സബ്ജക്റ്റാണ്. ബനാന, മാംഗോ, അങ്ങനെ എല്ലാ പഴത്തിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. ടെഡീസ് വൈഫ്, ആരാണ്? ഹൂ, ടെഡിയുടെ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ടെഡിയുടെ വൈഫും ചിൽഡ്രനുമാണ്. എന്ത് ചെയ്യും അവർ? ഹെൽപ്പ് ചെയ്യും. വാട്ട് അല്ലേ? ഹൂ
വാട്ട് ഹൂ ടെഡീസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ വാട്ട് ദേ വിൽ ഡു ദേ വിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് വേർബ്. ഹിസ് എൻറ്റയർ ഫാമിലി അടുത്തതിനകത്ത് ദ എൻറ്റയർ ഫാമിലിയാണ്. ആരാണെന്നുള്ള ചോദ്യത്തിന് എൻറ്റയർ ഫാമിലി എന്ത് ചെയ്യും? എൻജോയ് ചെയ്യും. എൻജോയ് വർക്കിംഗ്, ജോലി എടുക്കുന്നത് എൻജോയ് ചെയ്യും. ഇനി നെക്സ്റ്റ് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ദാറ്റ് എഗ്രീസ് വിത്ത് ദ സിംഗുലർ ഫോം, പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ വേർബ് ദാറ്റ് എഗ്രീസ് വിത്ത് ദ പ്ലൂറൽ ഫോം. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ സിംഗുലർ ഫോമും പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ ഫോമുമാണ് വേർബ്സ് എടുക്കുന്നത്. ഇനി റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ്. ബ്രാക്കറ്റിൽ നമുക്ക് വേർബ്സ് വന്നിട്ടുണ്ട്, ഇല്ലേ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റോഡ് സേഫ്റ്റി ഈസ് എ മേജർ കൺസേൺ ഓഫ് സൊസൈറ്റി. റോഡ് ആക്സിഡൻറ്റ്സ് ആർ increasing at an alarming rate. Each individual plays a key role in ensuring the safety of the roads. The installation of traffic lights and surveillance cameras have helped in improving safety to a great extent. The team of traffic officials are working to enforce traffic rules, but many fail to realize the importance of safety habits like wearing seatbelts or helmets. Though everyone knows the danger of reckless driving, some neglects them and endanger the lives of others. One of the most effective ways to reduce accidents is by educating people about road safety practices. In fact, the attitude of the drivers are far more important than the mechanical skill of driving. ഇനി ലെറ്റ്സ് കോൺവേഴ്സ് ആണ്, നമുക്ക് സംസാരിക്കാം. ഇമാജിൻ ദ ഡോക്ടർ റെക്കമെൻഡഡ് എ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് ടു ദ നറേറ്റർ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദ പ്രിസ്ക്രിപ്ഷൻ. വാട്ട് വുഡ് ബി ഹിസ് റെക്കമെൻഡേഷൻസ്? റൈറ്റ് ദം ഡൗൺ. ടു ഹാവ് ബീൻ ഗിവൺ. ഇപ്പോൾ 2 റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്, 3ഉം 4ഉം നമ്മൾ എഴുതണം. യു ഹാവ് ടു സ്ലീപ്പ് 8 hours എ ഡേ. 8 മണിക്കൂർ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ തലയിൽ കയറാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് തല പുണ്ണാക്കേണ്ടതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത സെൻറ്റൻസ്. ഡു നോട്ട് സ്റ്റഫ് അപ്പ് യുവർ ഹെഡ് വിത്ത് തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്നുണ്ട് കേട്ടോ, അണ്ടർ വരെ കിട്ടിയിട്ടുള്ളൂ. Understand. The expression given below may help you to make recommendations. You may add more to the list. I highly recommended. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ. ഐ ഏർജ് യു ടു കൺസിഡർ. ഐ പ്രപ്പോസ് യു ടു ചെക്ക്. ഐ അഡ്വൈസ് യു ടു. ഐ എൻഡോസ് ദ ഫോളോയിങ്. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ്. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ നറേറ്റർ വിഷസ് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് ഡോക്ടർ ടു ഹിസ് ഫ്രണ്ട്. ഇപ്പോൾ നറേറ്ററിൻ്റെ ഡോക്ടറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതെങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് ഹു ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഡിയർ ഫ്രണ്ട് ഹു ടോട്ട് മീ ഹൗ ടു ലിവ് ഹെൽത്തി ലൈഫ്. അങ്ങനെയാണ് ഈ ഡോക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ കുട്ടി വന്നാൽ ആ പുതിയ കുട്ടീനെ ടീച്ചർ എങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് നീല, യുവർ ന്യൂ ക്ലാസ്മേറ്റ്. അങ്ങനെയാണ് ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇനി എക്സ്പ്രഷൻസ് ഗിവൺ ബിലോ മേ ബി ഹെൽപ്ഫുൾ വെൻ യു ഇൻട്രൊഡ്യൂസ് സമ്മൺ. ഇപ്പോൾ താഴെ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ദിസ് ഇസ് മിസ്റ്റർ ഓർ മിസ്സസ് ഡാഷ്. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് ഡാഷ്. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് ഡാഷ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ഡാഷ്. അലൗ മീ ടു ഇൻട്രൊഡ്യൂസ്. മേ ഐ ഇൻട്രൊഡ്യൂസ്. ഐ വുഡ് ലൈക്ക് ടു പ്രസൻറ്റ് യു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ലെറ്റ്സ് ലിസൺ. മലാല യൂസഫ്സായി ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്പീച്ച് നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ കേൾപ്പിച്ചു തരും. ഷാൽ വി ലിസൺ ടു ദ സോങ്? അടുത്തൊരു സോങ് ആണ് ഹൗ ഫാർ ഐ വിൽ ഗോ ഫ്രം ദ ഡിസ്നീസ് മോന. ആ മോന എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട് കേട്ടോ, ഡിസ്നിയുടെ. ആ ഫിലിമിനകത്ത് ഉള്ളൊരു പാട്ടാണ് ഹൗ ഫാർ ഐ വിൽ ഗോ എന്നുള്ളത്. ആ പാട്ടൊന്ന് കേൾക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്, അതൊന്ന് കേൾക്കാം. ടീച്ചറിനോട് കേൾപ്പിച്ചിട്ടാൻ പറയും കേട്ടോ. ഗെയിം സോൺ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ഹിൻസ് ഗിവൻ. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല പാട്ടാണ്, സൂപ്പർ പാട്ടാണ്. പിള്ളേർക്ക് ഡാൻസ് കളിക്കാൻ നേരത്ത് ആ പാട്ട് എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോഴേ. You can make use of the glossary. Pick out the highlighted letters and fill in the slogan box given below. Create similar slogans. ഇപ്പോൾ സിമിലർ സ്ലോഗൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ലോഗൻ ബോക്സിലേക്ക് നമുക്ക് മീനിങ്സ് ആണ് തന്നിട്ടുള്ളത്. ടു ഹിൻഡർ, ബാഷ്, കോളറ,
cowardly, procession, gout, trail board, indolent, disrupt, pharmacy, squeeze, gale, സീസ്. ഇത്രയും സാധനങ്ങളാണ് സേ നോ ടു ഡ്രഗ്സ് എന്നാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്ലൂ ഫിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സംഭവം. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.